ഇന്ന് രാവിലെ നമ്മൾ കണ്ട അപകടം പറ്റിയൊരു മൈനയാണിത്. അത് പറക്കാൻ കഴിയാതെ കമ്പിലെല്ലാം തട്ടി ഇലയിൽ ഉടക്കി നിൽക്കുന്നതാണ് ആ കാഴ്ച. അപ്പോൾ അത് പതുക്കെ താഴത്തേക്ക് ചാടാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ താഴത്തേക്ക് ചാടി. അപ്പോൾ താഴത്തേക്ക് ചാടിയ സമയത്ത് അവിടെ മുഴുവൻ ഉറുമ്പാണ്. അപ്പോൾ ഉറുമ്പ് കടിക്കാതിരിക്കാനായിട്ട് നമ്മളൊന്ന് മുകളിലേക്ക് എവിടേക്കെങ്കിലും കയറ്റി വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും ആൾ പതുക്കെ ചാടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാലൊന്നും ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് അതിന് പറക്കാൻ കഴിയാത്തത്, എവിടെ ഇരിക്കാനും കഴിയാത്തത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മൈനതാ മരക്കൊമ്പിൽ തന്നെയുണ്ട്. ഈ മാവിൻ്റെ കൊമ്പിൽ തന്നെ ഇരുന്ന് നമ്മൾ അതിനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതിൻ്റെ പെയറാണെന്ന് തോന്നുന്നു. അതാണ് ഭയങ്കര കരകളോടുകൂടി നോക്കിയിരിക്കുവാണ് ആൾ. നമ്മൾ പിടിക്കാൻ നോക്കിയപ്പോഴത്തേന് പതുക്കെ വെള്ളത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പതുക്കെ പിടിച്ചെടുത്ത ആളെ. അപ്പോൾ ഈ സമയം അത്രയും ഈ മരക്കൊമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ മൈന ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. നമ്മൾ അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഒരു മൈനയെ മരുന്നൊക്കെ പുരട്ടി അപ്പോൾ അതൊക്കെ അതിനൊരു കൂട്ടിലാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വയറിലും തലയുടെ മുകളിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എറിയനോ മറ്റോ അല്ലെങ്കിൽ മറ്റുള്ള മൈനകളോ എന്തെങ്കിലും കൊത്തിയതായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ കൊത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മരുന്നൊക്കെ വെച്ച് അതിനൊരു ഒരു തുണിയൊക്കെ ഇട്ടൊരു ബാസ്ക്കറ്റിലാക്കി അതിന് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടോ കുടിക്കാനായിട്ട്. കുടിച്ചു നോക്കിയ വെള്ളം. അപ്പോൾ അതിൻ്റെ പെയർ മൈന ഭയങ്കര കരച്ചിലാണ് അതിനെ കാണാതെ. അതുകൊണ്ട് നമ്മളതിനെ മുറ്റത്തേക്ക് തന്നെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട്, കരയേണ്ട, ബഹളമൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ. ആൾ കുറച്ചൊന്ന് എഴുന്നേറ്റ്, പക്ഷേ ആൾ ഭയങ്കര അവശതയാണ്. മുഴുവൻ കൊത്ത് കിട്ടി, ആൾക്ക് നല്ല പരിക്കുണ്ട്. അപ്പോൾ ഈ സമയം അത്രയും ഈ മരക്കൊമ്പിൽ ആൾ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്.